Hi guys, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് എനിച്ചതല്ല. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് എന്തായാലും ഒരു മോർണിംഗ് റുട്ടീനൊക്കെ എടുക്കാം. ഇങ്ങനെ കുറേ നമ്മൾ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെ വ്ളോഗായിട്ട് എടുത്തിട്ട് പിന്നെ ഈ സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, അതിൻ്റെ സൗണ്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബബ്ലൂസ് എണീച്ചിട്ടുണ്ട്. ഞാനിന്ന് എൻ്റെ കൂടെ തന്നെ അവൻ എണീച്ച് പോന്നിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട്. കുറേ നേരം അടുക്കളയിലെ പാത്രങ്ങൾ എടുത്ത് കളിച്ച്, കുറേ നേരം അവൻ്റെ സാമഗ്രികളൊക്കെ എടുത്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പം എന്നിട്ട് എൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയുള്ള ദിവസമാണ് എനിക്ക് എണീച്ചപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വല്ല സിമ്പിളായിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ബബ്ലൂസിന് ഇന്ന് കഞ്ഞിയാണ് കൊടുക്കുക. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ളത് ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് മഴ കാണിച്ചു തരാം. ബബ്ലൂസ് എണിച്ചാണ്ട് അങ്ങാണ്ട് ഈ കാണുന്നത് ആദ്യം അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ നേരെ വരിക പിന്നെ അടുക്കളയ്ക്കാണ് കേട്ടോ. അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ട് കണ്ടില്ലേ, അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അവൻ എത്തനോടത്തിരിക്കുന്ന എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് അവൻ നിലത്തിടൂട്ട്. പിന്നെ ആകെ ഇടാത്തത് ആ ഉരുളി മാത്രമാണ്. കാരണം അത് അവന് പൊന്തില്ലല്ലോ. പിന്നെ അവൻ ചെയ്യുക കുറേ നേരം അതും ഇരുന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് അവൻ്റെ പാട് നോക്കി പോകട്ടെ. അപ്പോൾ തലേദിവസം നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് കൊടുത്തതിൻ്റെ ഫുഡിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി അവിടെ വെച്ചെടുക്കുകയാണ്. നേരെ പിന്നെ ഇതാ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കണ്ടില്ല, ഇതാ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. സംഭവം ആദ്യമൊക്കെ കണ്ടപ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും ഇപ്പോൾ വലിയ പേടിയൊന്നും തോന്നില്ല. കാരണം എവിടെ തിരിഞ്ഞാലും വെള്ളമാണ് കേട്ടോ. അത് നോക്കുമ്പോൾ കുറേ നേരം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മുകളിലായതുകൊണ്ട് വലിയ ശല്യം ഇല്ല കേട്ടോ വെള്ളത്തിൻ്റെ. കുറേ നേരം ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇരുന്ന് കളിക്കൂട്ടാ. പിന്നെ ബബ്ലൂസിനാണെങ്കിൽ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ അവനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതാ ഇവിടെ വന്നിരുന്ന് കളിക്കാറാണ് പതിവ്. ഇവിടെ ആയതുകൊണ്ട് മഴ പെയ്താലും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ തലേദിവസം രാത്രി ഇതാ ബബ്ലൂസിൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ അഴയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുക്കാണ്ട് വലിയ കാര്യമായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാറ്റടിച്ചിട്ടുള്ള ഉണക്കാണ് കേട്ടോ. മഴക്കാലം വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയോളം ഉണങ്ങി കിട്ടാനാട്ടോ. ഭയങ്കര പാടാണ് ഈ തുണിയോളം ഉണങ്ങി കിട്ടാൻ. പിന്നെ രാത്രി എല്ലാം കൂടി ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഉണക്കാണ്ട് ഇപ്പോൾ പതിവ്. പക്ഷേ ബബ്ലൂസിൻ്റെ തന്നെ ഒരുപാട് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണങ്ങി ട്രൗസറോളും ബനിയനുകളൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. കാരണം ബബ്ലൂസിന് കഞ്ഞിയാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി കഴുകി അടപ്പത്തിടണം. അപ്പോൾ ഞാൻ പിന്നെ ആ പണിക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ അരി മേടിച്ചിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ ഈ കവറിലാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ അത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ബബ്ലൂസ് അടിയിലിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ബനിയനും ഇങ്ങനെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നനവുണ്ടെങ്കിൽ ഞാൻ അപ്പം തുടക്കിയത് ബനിയനും കേട്ടോ. എൻ്റെ പോലത്തെ അസുഖം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ആ ശീലം മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ തുടയ്ക്കണ ആ ഒരു ടവൽ കണ്ടില്ല അവിടെ ഹാങ് ചെയ്തിട്ടുള്ളത്. അത് മേടിച്ചത്. സത്യം പറഞ്ഞാൽ അതിന് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പാത്രം കഴുകിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കഴുകിക്കഴിഞ്ഞാലും നേരെ പിന്നെ തുടയ്ക്കുക ഇതാ ഈ ബനിയനുമയാണ്. ഇന്നിപ്പോൾ ബനിയനാണ് ഇട്ടുള്ളത്, വേറെ എന്താ ഇട്ടുള്ളെങ്കിൽ അതുമയാണ് കേട്ടോ ഞാൻ തുടയ്ക്കാറ്. എനിക്ക് എത്ര ഞാൻ ശ്രമിച്ചിട്ടും എൻ്റെ ആ ശീലം മാറ്റിയെടുക്കാനായിട്ട് പറ്റണില്ല. കണ്ടില്ലേ ഞാൻ ചെയ്യണത്. ബബ്ലൂസ് ആണെങ്കിൽ നല്ല പണിയിലാട്ടോ. അവൻ ഉണ്ടാക്കുക എന്നാണ് പറയണത്. കുറേ ടിഷ്യൂ പേപ്പറൊക്കെ മുറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓരോന്ന് ഉണ്ടാക്കണത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ആളും അവിടെ ഇരുന്ന് അമ്മ ഉണ്ടാക്കാന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ പിന്നെ ഞാൻ അരി കഴുകി വേഗം അടുപ്പത്ത് ഇടാണ് കേട്ടോ. ഈ അരിയാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വേവിക്കാൻ കേട്ടോ. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം അടുപ്പത്ത് ഇടാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ കുറുമയാണെങ്കിൽ പിന്നെ വേഗം അത് വെന്ത് കിട്ടിക്കോളും. പിന്നെ അപ്പോൾ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. ഈ കുറച്ചുണ്ടാവണത് അപ്പം തന്നെ കഴുകുകയാണെങ്കിൽ ആ പണി അങ്ങോട്ട് കഴിയുക. അല്ലെങ്കിൽ പിന്നെ ഒക്കെ കൂടിയിട്ട് അവിടെ കെടുക്കും. പിന്നെ എനിക്കും മടിയാവും. പാത്രം അവിടെ ഇങ്ങനെ അതുപോലെ തന്നെ കുമിഞ്ഞു കൂടി കെടുക്കൂട്ടാ. പിന്നെ അപ്പോഴേക്കും പിന്നെ ബബ്ലൂസ് കിണിങ്ങി തുടങ്ങി. എന്നാലും കുറേ നേരം കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനോടൊന്ന് സംസാരിച്ചാൽ മതി. പിന്നെ എന്താണെന്ന് അറിയില്ല, മൂപ്പര മൂടൊക്കെ ഒന്ന് മാറി. അപ്പോൾ പിന്നെ നേരെ എൻ്റെ ഒക്കത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ അടിയിൽ അവന് എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് കൊടുത്ത് അവൻ ഇരുത്തിയാലും പിന്നെ അവ അവിടെ ഇരിക്കില്ല. പിന്നെ എൻ്റെ ഒക്കെ തന്നെ അവ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള കറിക്കുള്ളത് നോക്കാണ്ട്. അപ്പോൾ പയർ വെക്കാമെന്ന് വെച്ചിട്ടായിരുന്നു, പയർ കുത്തിക്കാച്ചാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകുകയാണ്. അപ്പോൾ ബബ്ലൂസിന് മുമ്പത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കിണുങ്ങണത്. പിന്നെ ഞാൻ വേഗം തന്നെ എൻ്റെ കഴുകൽ അവസാനിപ്പിച്ചു. കാരണം അല്ലെങ്കിൽ ഇനി ബബ്ലൂസ് ആയിരിക്കട്ടെ ഞാൻ എൻ്റെ പകരം അത് ഇനി കഴുകാൻ പോണത്. അങ്ങനെ പിന്നെ വേഗം അത് കഴുകി. പിന്നെ ഇനി അതിൽ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇനി അത് വേവിക്കാൻ വെക്കാനുണ്ട്. ബബ്ലൂസിന് ഉറക്കം വന്നിട്ടാണോ എന്താണെന്നറിയില്ല, നല്ല വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഉപ്പിട്ടു. പിന്നെ മൂപ്പർക്ക് ഉപ്പും പാത്രം കിട്ടാനായിട്ട് ഞാൻ എന്താണോ എടുക്കുന്നത് അത് അവന് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ മൂടിക്കിட்ட വിസിൽ അത് ഞാൻ ഊരി വെക്കും. കാരണം
കാരണം എങ്ങാനും ആ കുക്കറിൻ്റെ മുടി അവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവ ആദ്യം ഊരാൻ നോക്കുക വിസിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ വിസിൽ ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം പിന്നെ അവനവിടെ നിലത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെ അത് അടപ്പത്തേക്ക് കയറ്റിയിട്ടാൽ അതിൻ്റെ ഇടയിൽ പിന്നെ ജിഷ്ണാട്ടം വന്നിട്ട് ജിമ്മ് കഴിഞ്ഞിട്ട് നല്ല മഴയാണ് കേട്ടോ, പുറത്ത് ഫുള്ള് നനഞ്ഞ് പരിവായിട്ടാണ് കേട്ടോ ആൾ എത്തിയിട്ടുള്ളത്. ഇനി ബബ്ലൂസ് ജിഷ്ണാട്ടം വന്നുള്ളതുകൊണ്ട് തന്നെ ഇനി നേരെ ഇനിയിപ്പോൾ ജിഷ്ണാൻ്റെ പിന്നാലെ ആവട്ടെ നടത്താം. ഇനിയിപ്പോൾ എൻ്റെ പിന്നിലേക്ക് അങ്ങനെ അധികം മൂപ്പര് ഇനി എൻ്റെ പിന്നാലെ വരില്ല. അപ്പോൾ ഇതാ കൊണ്ടെന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേഗം പിന്നെ എടുത്ത് വെക്കാണ്ട് മൂപ്പര് റെയിൻ കോട്ട് മേടിച്ചു കേട്ടോ. കാരണം നല്ല മഴയാണല്ലോ, ബൈക്കുമ്പോൾ ജിമ്മിന് പോകുമ്പോൾ എന്തായാലും നനയും. പിന്നെ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം പിന്നെ ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ബബ്ലൂസിന് ഫുഡ് കൊടുക്കണം. അതാണ് ഇനി മെയിനായിട്ടുള്ളൊരു പരിപാടി. ആ പരിപാടി എന്ന് വെച്ചാൽ ചില്ലറ പരിപാടിയല്ല. കാരണം കുട്ടി ഫുഡ് കഴിക്കാൻ ഭയങ്കര പിന്നാക്കാണ്. ഞാൻ എത്ര ഓടി ഓടി നടന്നിട്ടാണെന്നറിയോ ഫുഡ് കൊടുക്കുക. എല്ലാവരും പറയും എന്താ ഫുഡ് കഴിക്കണില്ലേ എന്ന്. ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഈ ഒരു ചോദ്യം കേട്ടിട്ട് കണ്ടില്ലേ, ഇതാ കിടന്ന് ഓടാണ്ട ഫുഡ് പിന്നെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അങ്ങനെ ഇതാ ഫുഡ് വായിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അത് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ നേരെ തന്നെ തുപ്പും ചെയ്യൂട്ടാ. കഞ്ഞിയാണ് ആദ്യം കൊടുത്തു നോക്കിയത്, പിന്നെ അത് കഴിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് ചോറും പയർ വേവിച്ചതും കൂടിയിട്ടിട്ട് കൊടുത്തു വിട്ടു. അത് മൂപ്പർക്ക് ഇഷ്ടമാണ് പയർ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. കണ്ടില്ലേ, ഇങ്ങനെ നടക്കും. തോന്നിയാൽ മാത്രം ഒന്ന് വായ തുറക്കൂട്ടാ. ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളൊരു വശമാവും. പിന്നെ എല്ലാവരും പറയണ പോലെ കുട്ടികളെ നോക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ അതാ പിന്നെ എന്താ ജിഷ്ണാട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണ് കേട്ടോ. കോൺഫ്ലെക്സ് ആണ് അത്. പിന്നെ ആളവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ബബ്ലു കഴിക്കാണ്ടായപ്പോൾ ജിഷ്ണാട്ടൻ എടുത്തിട്ട് അവനെ കയ്യിൽ പിടിച്ചു വിട്ടാൽ. കാരണം അങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കി അമ്മേനെ അടുക്കി വായ തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആള് ആരെന്ത് പറഞ്ഞാലും വായ തുറക്കില്ല എന്നുള്ള പരുവത്തിലാണ് നിൽക്കണത്. ലാസ്റ്റ് ആയപ്പോൾ ബബ്ലൂസ് തലയിൽ വരെ കൈ വെച്ച് തുടങ്ങി. കാരണം എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ടാ. കണ്ടില്ലേ, ഫുഡ് കൊടുക്കാനുള്ള അങ്കക്കെട്ടാണ് ഈ കാണുന്നത്. ഒരു 2-3 വായ ഒന്ന് കഴിച്ച ഒരു സമാധാനമാണ്. എല്ലാവരും പറയും അവന് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുക. അവന് ഇഷ്ടമുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ഓരോന്ന് കൊടുക്കൂട്ട. പിന്നെ അവന് ഇഷ്ടം ചോറാണ്, അതുകൊണ്ടാണ് ഇത് തന്നെ കഞ്ഞിയും ചോറും കൂടുതൽ കൊടുക്കാൻ നോക്കണത്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്ക് എങ്ങനെയൊക്കെയോ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്താ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലെക്സ് ആയതുകൊണ്ട് വലിയ പണിയില്ല. നേരെ അത് പാത്രത്തേക്ക് ഇടുക, പാലൊഴിക്കുക, കഴിക്കുക. അതൊരു സംഭവം സിമ്പിളാണ്. സംഭവം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് ഇഷ്ടമുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ. പിന്നെ ബബ്ലൂസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ മനസ്സിനൊരു എന്തോ പോലെ ഉണ്ടായി, അവൻ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇപ്പോൾ എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാവും. മക്കൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ നേരെ ചെന്നിരിക്കുകയാണ്. അവന് നമ്മൾ എന്ത് കൊടുത്താലും ഞങ്ങൾ കഴിക്കണേന്ന് പിന്നെ അവന് വേണം കേട്ടോ. കഴിക്കാനൊന്നല്ല, കളിക്കാനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, എന്താ അച്ഛൻ കഴിക്കണ പാത്രത്തിൽ നിന്ന് അവന് കളിക്കാനായിട്ട് കിട്ടണം. നമ്മൾ വേറെ പാത്രം കൊടുത്താലും അവനത് പറ്റില്ല, അവൻ അത് തന്നെ വേണം. ലാസ്റ്റ് പിന്നെ ജിഷ്ണാട്ടൻ അത് കൊടുത്തു വിട്ടാ. പിന്നെ അവൻ അച്ഛന് വാരിക്കൊടുക്കലായി. അതാണ് ഈ കാണുന്നത്. പിന്നെ സ്നേഹപ്രകടനമാണ്. ആദ്യം കുട്ടി കോൺഫ്ലെക്സ് വാരി കൊടുക്കും, അത് കഴിഞ്ഞിട്ട് എന്താ അച്ഛന് ഹോർലിക്സ് ആണ് കേട്ടോ പിന്നെ കോരി കൊടുക്കുന്നത്. എനിക്കും വാരി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പിന്നെ ബബ്ലൂസിൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കനം കുറയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മുട്ട അടിക്കാന്നുള്ള ഒരു പ്ലാൻ ഇട്ടിട്ട് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കനം കുറയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. കാരണം അവന് ഭയങ്കര ഇറിറ്റേഷൻ ആയി തുടങ്ങി മുടി കണ്ണിക്ക് വന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ദൈവം സഹായിച്ചിട്ട് മൂപ്പര് തീരെ ഒതുങ്ങി നിന്നിട്ടില്ല. കാരണം കത്രിക ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നു ഇവിടെ മേത്ത് തട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, സാധാരണ ആൾക്കാർക്ക് വെട്ടണ പോലെ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെട്ടല്ലേ, ഇത് കുട്ടിയാണ്, അതിനനുസരിച്ച് നിന്ന് വെട്ടാനൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ കാണിച്ച് കൂട്ടുണ്ട്. അങ്ങനെ ചീർപ്പ് എൻ്റെ കയ്യിൽ തന്നു, ചീർപ്പ് കൊണ്ട് പറ്റാണ്ട്. ലാസ്റ്റ് ആയപ്പോൾ പിന്നെ ജിഷ്ണാട്ട് മുടി കൈ കൊണ്ട് പിടിച്ചിട്ടായിട്ടാണ് വെട്ടല്. കാരണം കയ്യിൽ മുടി പിടിക്കുക എന്നിട്ട് വെട്ടുക, അങ്ങനെയായി. കാരണം ബബ്ലൂസ് കത്രികയമ്മ പിടിക്കാൻ നോക്കുക, പിന്നെ അതുപോലെ തന്നെ തല തിരിക്കുക, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഇട്ട് ഇങ്ങനെ വെട്ടണ കാണുമ്പോൾ പിന്നെ എന്തായാലും വെട്ടാണ്ട് നിവർത്തിയില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ കിടന്ന് വെട്ടണത്. ബബ്ലൂസ് എന്താണെന്ന് അറിയില്ല. ആദ്യം ഹെയർ കട്ട് ചെയ്തപ്പോൾ അവൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ഇരുന്നൂടെ. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മോനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല. അങ്ങോട്ട് തിരിയാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പോൾ പക്ഷെ നേരെ തിരിച്ചാണ്ട് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് തിരിയും, അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് തിരിയും. നമ്മൾ എങ്ങോട്ടാണോ തിരിയാൻ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അവൻ തിരിയുള്ളൂ കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ പിന്നെ അത് അപ്പുറത്ത് ഫ്ലാറ്റിൽ ഉണ്ണീനെ കണ്ടപ്പോൾ പിന്നെ കുറച്ച് നേരം പിന്നെ ഉണ്ണീനെ നോക്കി നിന്നോട്ടെ. പിന്നെ ട്രിമ്മർ വെച്ചിട്ടായി ഒതുക്കൽ. അപ്പോൾ ബബ്ലൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഉണ്ണിയോട്. അപ്പോൾ ഉണ്ണീനെ കണ്ടപ്പോൾ ഒന്ന് മൂപ്പര് നല്ല സൈലൻ്റായി. പിന്നെ നമ്മൾ ചെയ്തൊരു മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ മേത്ത്, ബബ്ലൂസിൻ്റെ മേത്ത് നമ്മൾ വേറെ തുണിയോ കാര്യങ്ങളോ ഇട്ടില്ല കേട്ടോ മുടി വെട്ടുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ മേത്ത് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ മേത്തും ആയിട്ടുണ്ടായിരുന്നു. തുണി ഇടാണ്ട് വെട്ടിയത് ഭയങ്കര മണ്ടത്തരമായിട്ടാണ്. കാരണം എൻ്റെ മേലാണെങ്കിലും ബബ്ലുവിൻ്റെ മേലാണെങ്കിലും ഒരുപാട് മുടിയുടെ കുഞ്ഞു മുടികളുണ്ടായിരുന്നു. അത് കളയാൻ കുറച്ചധികം പാടുപെട്ടു. പിന്നെ കണ്ടില്ല ലാസ്റ്റ് ആയപ്പോൾ ബബ്ലൂസ് കിടന്നു തുടങ്ങിയിട്ടാണ്. കാരണം കുട്ടിക്ക് തന്നെ വശം കിട്ടു, അച്ഛൻ്റെ മുടിവെട്ടാണെങ്കിൽ കഴിയണമില്ല കേട്ടോ. ലാസ്റ്റ് ആയപ്പോൾ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ കുട്ടിയുടെ
ലാസ്റ്റ് ലുക്ക് വന്നിട്ട്. അപ്പം നാവും ആയിണ്ട്. അപ്പോൾ അത് തുടച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിൽ നോക്കാൻ പറഞ്ഞപ്പോൾ ആൾ നോക്കണമൊന്നുമില്ല, ആൾ അലമ്പാണ്. അങ്ങനെ എന്താ പിന്നെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ജിഷ്ണേട്ടൻ പോവുകയാണ് കേട്ടോ ഓഫീസിലേക്ക്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.